നിഫ്റ്റി 50-ലെ ചില കമ്പനികൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും അടക്കം പല ഓഹരികളും ഇപ്പോഴും ഒരു ഉയർന്ന വാല്യുവേഷനിലാണ് നിലനിൽക്കുന്നത് എന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേകിച്ചും ഒരു ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് പെർസ്പെക്റ്റീവിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും അധികം റിട്ടേൺ നൽകുന്ന ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് അവർ മിഡ് ക്യാപ്പും അതിനോടൊപ്പം തന്നെ സ്മോൾ ക്യാപ്പ് ഓഹരികൾ വരും. വളരെ പെട്ടെന്ന് അവർക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു ഓഹരി എന്ന നിലയിൽ അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഇനി തിരിച്ചൊരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ താങ്കളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ സെഗ്മെന്റിലുള്ള ഒരു സ്റ്റോക്സ് ആയിരിക്കും പ്രധാനമായിട്ടും ആ ഒരു റാലിയിൽ പങ്കാളികളാവുക? അല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റ് ഇതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, നമ്മുടെ Q1 നമ്മുടെ ഗവൺമെന്റ് സ്പെൻഡിങ് കോൺട്രാക്റ്റഡ് ടു 3.8% ബിക്കോസ് ജനറൽ ഇലക്ഷന്റെ അതിന്റെ പുറത്തുള്ള നിയമങ്ങൾ പ്രകാരം. അത് Q3 അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. Q4 ഹയസ്റ്റ് ആയിരിക്കും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതാണ് GDP വലിയ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു കാര്യം. നമ്മൾ Q3 റിസൾട്ട് എടുത്തപ്പോൾ 72% നിഫ്റ്റി കമ്പനികളിലും EPS കട്ടാണ് വന്നത്. ദാറ്റ് മീൻസ് വി ആർ എക്സ്പെക്ടിങ് EPS എന്താ പറയണ്ട ഒരു EPS ഒരു 10% ഒരു Q4 വരാൻ നേരത്തെ Q4 10% EPS കൂടാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഓവറോൾ വാല്യുവേഷനിൽ കുറച്ചുകൂടെ ഒരു സ്റ്റഡി വാല്യുവേഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇൻ ജനറൽ പറയാനായിട്ട്. അല്ല ചോദിച്ച കണക്ക് ബേസിക്കലി ഞാൻ ഒരു സ്മോൾ ക്യാപ് ട്രേഡർ ആണ്. ഐ നോട്ട് എ ലാർജ് ക്യാപ് ട്രേഡർ. എന്റെ ട്രേഡിംഗ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ മാർക്കറ്റ് മിത്താണ് ശരിക്കും. സോ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊസീജിയറിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ സ്മോൾ ക്യാപ്പിന്റെ ബേസിൽ ഞാൻ പറയാനാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ നമ്മൾ എടുത്തു നോക്കിയാൽ എസ്പെഷ്യലി ട്രംപിന്റെ ഒരു എന്താ പറയുക റിവേഴ്സ് താരിഫും കൂടെ വരുന്ന ഒരു അവസ്ഥ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് സംസാരിക്കുവാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സെക്ടർ എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ ആണ്. നമ്മുടെ ഇന്ത്യയിലെ 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ എണ്ണം 4% ആണ്. നമ്മൾ വേൾഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ അറൌണ്ട് 7% ആണ്. നമ്മൾ വേൾഡ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് അറൌണ്ട് 10%. വേൾഡിനേക്കാൾ കുറവാണ് ഇന്ത്യയിലെ ആൾക്കാരുടെ 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ ശരാശരി 7%. അത് വേൾഡിനേക്കാളും കുറവാണ്. നമ്മൾ ജപ്പാനെ നോക്കുകയാണെങ്കിൽ 30% ആണ്. US നോക്കുകയാണെങ്കിൽ 17% ആണ്. ചൈനയെ നോക്കുകയാണെങ്കിൽ 14% ആണ്. ദാറ്റ് മീൻസ് പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഹെൽത്ത് കെയറിന്റെ ഒരു പെനിട്രേഷൻ ആ ഒരു സെഗ്മെന്റിൽ പോയിട്ടില്ല സോഫാർ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സൂരജ് വളരെ ക്രിട്ടിക്കലായിട്ട് പോയിന്റ് സംസാരിച്ചിരുന്നു. ഇൻഷുറൻസിന്റെ എന്താ പറയണ്ടേ, ആൾക്കാർ ഇപ്പോഴും ഇൻഷുറൻസിന്റെ എക്സ്പാൻഷൻ ലെവലിലേക്ക് ആൾക്കാർ വന്നിട്ടില്ല. അത് വളരെ വാലിഡ് പോയിന്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ഒരു പരിധിവരേക്ക് ആൾക്കാരുടെ അവയർനെസ് വരാൻ തുടങ്ങി. ശരി, രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എന്താ പറയണ്ടേ ഒരു മൊർട്ടാലിറ്റി കൂടാനുള്ള സാധ്യത ഇൻ ഫ്യൂച്ചർ ബിക്കോസ് ഓഫ് ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ കൊണ്ട് തന്നെ ഒരുപക്ഷെ വേൾഡ് ലെവലൊക്കെ നമ്മൾ എത്തണമെങ്കിൽ, വേൾഡ് ലെവലിൽ 10% ആണ്, നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ ഹ്യൂജ് ആയിട്ടുള്ള അപ്ലിഫ്റ്റ് വന്നേ മതിയാകും. അതൊരു ഗോൾഡൻ സെക്ടറായിട്ട് തീർച്ചയായും ഞാൻ പേഴ്സണലായിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ് കാണുന്നതിന്റെ ഒരു കാര്യം കൊണ്ടിട്ട് നിങ്ങൾ ഹോസ്പിറ്റൽസിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു നോക്കൂ. ഹോസ്പിറ്റൽസ് ഒക്കെ ശരിക്കും ഹോസ്പിറ്റലിന്റെ വരുമാനം എന്താ പറയുക ഇബിറ്റയുടെ വലിയൊരു കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡ് ആണ് ശരിക്കും. അപ്പൊ എബിറ്റയിലുള്ള കോൺട്രിബ്യൂഷനിലെ ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് നമ്മൾ ഒരുമാതിരിപ്പെട്ട നല്ല ഹോസ്പിറ്റൽ സ്റ്റോക്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. സോ ഈ ഒരു സെക്ടർ ഒരു ഗോൾഡൻ സെക്ടർ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു താരിഫുമായിട്ട് ബന്ധമില്ലാത്ത സെക്ടർ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ സെക്ടർ എന്ന് പറയുന്നത് ഫാമയാണ്. ഫാമ വെച്ചാൽ എങ്ങനത്തെ ഫാമയാണ്? ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന കമ്പനീസ്. ഒന്നാമത്തെ കാര്യം പ്രൊവൈഡഡ് ഇവരുടെ ഇമ്പോർട്ട്സ്, ഇവരുടെ മോളിക്യൂൾ അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയണ്ടേ ഈ കമ്പനികളുടെ റോ മെറ്റീരിയൽ ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ ഡോളർ ഫ്ലക്ച്വേഷൻ. ദാറ്റ് മീൻസ് വെളിയിൽ നിന്നുള്ള ഇമ്പോർട്ട് ആയിരിക്കരുത് ഇവരുടെ ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ട സംഗതി. മൂന്നാമത്തെ ഞാൻ കാണുന്നത് നമ്മളെ കുംഭമേള കണക്കുള്ള കുറെ വലിയ കാര്യങ്ങൾ ഇന്ത്യയിൽ നടന്നൊരു കാര്യം നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഹോട്ടൽസ് അതർ സെഗ്മെന്റ് വിച്ച് ഐ എം ലുക്കിംഗ് ഫോർ എന്താ പറയണ്ടേ ഹോട്ടൽ സെക്ടറിന് വലിയൊരു സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതുപോലെ തന്നെ ഏവിയേഷൻ, പുതിയ ഏവിയേഷൻ Q4 വീക്കാണ്. എന്നിട്ട് പോലും ഏവിയേഷൻ എസ്പെഷ്യലി കുംഭമേളയായിട്ട് ബന്ധപ്പെട്ട് ഡൽഹി പരിസരത്തുള്ള ആ ഒരു എയർപോർട്ട്സിലൊക്കെ ഉള്ള സർജ് ഓഫ് ആൾക്കാരുടെ സർജും നമ്പർ ഓഫ് ഫ്ലൈറ്റ്സിന്റെ സർജും അൺബിലീവബിൾ ലെവലിലേക്കാണ് മാറിയത്. ശരിക്കും ഇതൊരു വലിയൊരു ഫാക്ടറായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇ കൊമേഴ്സ് കമ്പനീസ്, അതും താരിഫുമായിട്ട് ബന്ധമുള്ള കമ്പനീസ് ഒന്നുമല്ല ഇ കൊമേഴ്സ് എന്ന് പറയുന്ന സംഗതി. എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട ആയിട്ടുള്ള സ്റ്റോക്കുകൾ, ഇതൊക്കെ ഒരു പക്ഷേ എന്താ പറയണ്ടേ ഇൻ കമ്മിങ് ഫ്യൂച്ചറിൽ ഒരു പോസിറ്റീവ് വരാനുള്ള സാധ്യത നമുക്ക് തീർച്ചയായും
കാണാൻ സാധിക്കും. എത്ര സമയം നമുക്കൊരിക്കലും ടൈം പീരീഡ് വെക്കാൻ സാധിക്കത്തില്ല. കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അതിനോട് എക്സ്പെക്ടിങ് വി ഷേപ്പ് റിക്കവറി. ഒരു വി ഷേപ്പ് റിക്കവറി പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റെപ്സ് വേണം. വി ഷേപ്പ് റിക്കവറി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ കൊളാപ്സ് ആയി ശരിക്കും. കൊളാപ്സിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ആ ഡിസ്ട്രക്ഷനിൽ നിന്നും ശരിക്കും ഒരു കൺസോൾട്ടേഷനിൽ പോകാൻ അതിൻ്റെ ടൈം എടുക്കുന്ന കാര്യം സംശയം വേണ്ട. ആ കൺസോൾട്ടേഷന്റെ ഒരു വലിയ സപ്പോർട്ട് ചെയ്യുന്നത് FPS തിരിച്ചുവരവാണ്. സോഫാർ FPS തിരിച്ചുവരവില്ല. അവർ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവർ US മാർക്കറ്റിൽ നിന്നും അവരുടെ ഫണ്ട്സ് ശരിക്കും യൂറോപ്പിലേക്ക് മാറാൻ തുടങ്ങി. US ETFs മൂവ്മെന്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ US ETF നിന്നും അവർ ഫണ്ട്സ് യൂറോപ്പ് ETFs മാറാൻ തുടങ്ങിയതുള്ള വലിയ പ്രകടമായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് യൂറോപ്പിൽ എസ്പെഷ്യലി ഹ്യൂജ് ക്യാപിറ്റൽ ഒരു ഇൻഡ്യൂസ്മെന്റ് വരാൻ പോകുന്ന ഒരു ലെവലിലേക്കാണ് യൂറോപ്പ് നിൽക്കുന്നത്, എസ്പെഷ്യലി ഡിഫൻസ് കണക്കുള്ള സെക്ടറിലേക്ക് പ്രത്യേകിച്ച്. ദാറ്റ് മീൻസ് ഫണ്ട് ഫ്ലോ US നിന്നും പതുക്കെ മാറാൻ തുടങ്ങിയത് വലിയൊരു ഫാക്ടാണ്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ചൈനയിലെ അടുത്ത സ്റ്റിമുലസ് ദേ ആർ ഡിസ്കസിങ്. ഈ സ്റ്റിമുലസിന്റെ ഡെപ്ത് എന്ത് മാത്രമാണ് വെച്ചാൽ നമുക്ക് സോഫാർ നമ്മുടെ ഡേറ്റ ഒന്നുമില്ല. ഇത് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വലിയൊരു കാര്യമാണ്. കാര്യം മാർക്കറ്റിന്റെ ഒരു മുന്നോട്ടുള്ള മൂവ്മെന്റിൽ ഇപ്പോഴും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു പങ്ക് തന്നെയാണുള്ളത്. കാര്യം വെച്ചാൽ നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആ ലെവലിലേക്ക് നമ്മൾ വന്നിട്ടില്ല. യെസ്, നമുക്ക് പോസ്റ്റ് പ്രീ കോവിഡ് 3% നിന്നും നമ്മൾ 7% വന്നു കഴിഞ്ഞു. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ US 30% ആണെന്ന് ഓർത്തണം. ഇപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുന്തോറും നമുക്ക് പരിധിവരെയൊക്കെ FPS കളികളെ നിലനിർത്താൻ സാധിക്കും. പക്ഷേ സോഫാർ നമ്മൾ ആ ലെവലിലേക്ക് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വന്നിട്ടില്ല. ഗോയിങ് ഫ്യൂച്ചർ നമ്മൾ തീർച്ചയായും അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും.